ഇനി നെക്സ്റ്റ് നോക്കുക, സ്റ്റേഡിയോ ടാക്യോമെട്രി ഫിക്സ്ഡ് എയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് ആൻഡ് എലിവേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് എലിവേഷൻ ഫോർമുല ഫോർ സ്റ്റേഡിയോ ടാക്യോമെട്രി നോക്കുക. ഇത്രയും പോർഷൻസ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ടെലസ്കോപ്പാണ്. ഓക്കെ, ആൻഡ് ഈ ക്യാപിറ്റൽ ACB കാണിച്ചിട്ടുള്ളത് നമ്മുടെ പോയിന്റിൽ വെച്ചിട്ടുള്ള ലെവലിംഗ് സ്റ്റാഫാണ്. ഓക്കെ, ഇത് ഒരു ലെവലിംഗ് സ്റ്റാഫാണെന്ന് കൺസിഡർ ചെയ്യുക. ഇത്രയും പോർഷൻ നമ്മുടെ ടെലസ്കോപ്പാണ്. ടെലസ്കോപ്പിൻ്റെ ഐപീസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്ററാണിത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഡയഫ്രം വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ടെലസ്കോപ്പ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് ആ ക്രോസ് എയറിൻ്റെ ചിഹ്നം കാണിക്കുന്നത്. അതുപോലെ തന്നെ ഐപീസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ടെലസ്കോപ്പിൻ്റെ അപ്പുറത്തെ എൻഡിലാണ്. ഓക്കെ, ഇനി നോക്കുക, ഐപീസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്ററിനെ നമ്മൾ O എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഈ ക്രോസ് എയർ നമ്മുടെ ഡയഫ്രത്തിലുള്ള ക്രോസ് എയർ, ടെലസ്കോപ്പിൻ്റെ ഉള്ളിലുള്ള ഡയഫ്രത്തിൽ ഇങ്ങനെ കാണിച്ചിട്ടുള്ള ആ ഒരു ക്രോസ് എയർ ഉണ്ടല്ലോ, ആ ഒരു ക്രോസ് എയർ ആണ് ഇത്. അതിൻ്റെ ആ ക്രോസ് എയറിൻ്റെ സെൻറ്റർ, ഈ സെൻറ്റർ പോയിൻ്റ് ആണ് C എന്ന് പറയുന്നത്. സ്റ്റേഡിയോ ഹെയറിൽ മുകളിലത്തെ സ്റ്റേഡിയോ ഹെയർ ആണിൻ്റെ കറസ്പോണ്ടിങ് ആണ് സ്മോൾ ലെറ്റർ A. അതുപോലെ തന്നെ താഴെ വരുന്ന ആ ഒരു സ്റ്റേഡിയോ ഹെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്ററാണ് B ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ആ ഒരു ഡയഫ്രത്തിൽ കാണിച്ചിട്ടുള്ള സ്റ്റേഡിയോ ഹെയറിൻ്റെ ഈ രണ്ട് സ്റ്റേഡിയോ ഹെയറിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നതിനെ നമ്മൾ സ്മോൾ ലെറ്റർ I വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി M എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റാണ്. അതായത് നമ്മുടെ ടെലസ്കോപ്പ്, നമ്മുടെ ഇപ്പോൾ തിയോഡലൈറ്റ് ആണെങ്കിലും എന്ത് യൂസ് ചെയ്യുകയാണെന്നെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് സെൻറ്റർ കൂടി പാസ് ചെയ്യും. ഹൊറിസോണ്ടൽ ആക്സിസ് അല്ലെങ്കിൽ ട്രൂണിയൻ ആക്സിസ് ഒക്കെ പാസ് ചെയ്യുമ്പോൾ ആ ഒരു കൂട്ടുമുട്ടുന്ന ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ടല്ലോ, ടെലസ്കോപ്പിൻ്റെ സെൻറ്റർ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ടെലസ്കോപ്പ് ഹൊറിസോണ്ടലിലും വെർട്ടിക്കലിലൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഒരു സെൻറ്റർ പോയിൻറ്റിനെയാണ് M എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ആ M എന്ന് പറഞ്ഞ പോയിൻറ്റിലൂടെ ആയിരിക്കും വെർട്ടിക്കൽ ആക്സിസ് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഐപീസിലോട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്ററിലോട്ട് ഉള്ള ആ ഒരു ഡിസ്റ്റൻസിനെ സ്മോൾ ലെറ്റർ D വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ പോയിൻ്റ്, അതായത് ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പോയിൻ്റ് എന്ന് പറയുന്നത്. ആ പോയിൻറ്റോട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ ക്യാപിറ്റൽ ലെറ്റർ D വെച്ചിട്ടും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ നിൽക്കുന്ന അവിടെ ഇൻസ്ട്രുമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് ലെവലിംഗ് സ്റ്റാഫിലോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് D ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ, അതായത് ആ ടെലസ്കോപ്പിൻ്റെ ഫിഗർ നോക്കിയാൽ ഈ ഒരു ടെലസ്കോപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടെയാണ് ഐപീസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്റർ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത് സ്മോൾ ലെറ്റർ D ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം, ഇതാണ് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ്, നമ്മൾ പോയിന്റിൽ വെച്ചിട്ടുള്ള ലെവലിംഗ് സ്റ്റാഫ്. നമ്മൾ ഈ ഒരു ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് 3 റീഡിങ്സ് ആണ് കിട്ടുക. സാധാരണയായിട്ട് നമ്മൾ സെൻട്രൽ ക്രോസ് എയറിൻ്റെ ആ സെൻട്രലിൻ്റെ ക്രോസ് എയറിന് നേരെ വരുന്ന റീഡിംഗ് ആണ് എഴുതാറ്. ആ റീഡിംഗ് ആണ് അല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് ആണ് എന്ത് C എന്ന് പറയുന്നത്. ഇനി ആ സ്റ്റേഡിയോ ഹെയർ എന്ന് പറയുമ്പോൾ മുകളിലുണ്ട ഒരു ഹെയർ, താഴെയുണ്ട ഒരു ഹെയർ. ആ മുകളിലുള്ള ഹെയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്ങിൻ്റെ പോയിൻ്റാണ് A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴെ വരുന്ന സ്റ്റേഡിയോ ഹെയറിൻ്റെ റീഡിങ്ങിൻ്റെ പോയിൻ്റാണ് B എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ Aയും ഈ Bയും തമ്മിലുള്ള ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ AB എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്, ഹൈറ്റ് എന്ന് പറയുന്നതിന് നമ്മൾ S എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത് F2 ആൻഡ് F1 ആണ്. F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. നമ്മുടെ ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന്, അതായത് നമ്മുടെ ടെലസ്കോപ്പിൻ്റെ ഏറ്റവും എൻഡ് പോയിന്റിൽ നിന്ന് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിലോട്ടുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് F1 എന്ന് പറയുന്നത്. ടെലസ്കോപ്പിൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്റ്റിക്കൽ സെൻറ്റർ ഐപീസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് F1. ടെലസ്കോപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ലെവലിംഗ് സ്റ്റാഫിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D. ഓക്കെ, ഇത്രയും കൂടി ആഡ് ചെയ്യേണ്ടി വരും ക്യാപിറ്റൽ D കിട്ടണം എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ F2 എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടെലസ്കോപ്പ്, ആ ടെലസ്കോപ്പിൻ്റെ ഈ എൻഡിലാണ് ഐപീസ്, ഇവിടെയാണ് ഡയഫ്രം വരുന്നത്. ഈ ഡയഫ്രത്തിൽ നിന്നും ഈ ഒരു ഐപീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഗ്ലാസ്സിലോട്ടുള്ള
ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ടെലസ്കോപ്പിൻ്റെ ലെങ്ത് ആണ് എന്ത് F2 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ്. ലെറ്റ് ABC, ക്യാപിറ്റൽ ABC ആർ ദ പോയിന്റ്സ് കട്ട് ബൈ ദ 3 ലൈൻസ് ഓഫ് സൈറ്റ് കറസ്പോണ്ടിങ് ടു ദ 3 ഹെയർസ്. ആ 3 ക്രോസ് ഹെയർസിനും നേരെ വരുന്ന ലെവലിംഗ് സ്റ്റാഫിൻ്റെ റീഡിങ്ങിൻ്റെ പോയിന്റ്സ് ആണ് ക്യാപിറ്റൽ ABC ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ABC, സ്മോൾ ലെറ്റർ ABC ആർ ദ ടോപ്പ് ബോട്ടം മിഡിൽ ഹെയർസ് ഓഫ് ദ ഡയഫ്രം. ആ ഡയഫ്രത്തിൻ്റെ ഹെയർസ് ഉണ്ടല്ലോ, മുകളിലുള്ളതും താഴെ വരുന്നതും സെൻട്രലിലും വരുന്ന ആ 3 ഹെയർസിനെയാണ് എന്ത് സ്മോൾ ലെറ്റർ ABC ഡിനോട്ട് ചെയ്യുന്നത്. നോക്കാം, എ ബി എന്ന് പറയുന്ന ഈ ഒരു ഡിഫറൻസ്, ഓക്കെ, മുകളിലുള്ള സ്റ്റേഡിയ ഹെയറും താഴെ വരുന്ന സ്റ്റേഡിയ ഹെയറും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ നമ്മൾ I എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിനെ സ്റ്റേഡിയ ഇൻ്റർവെൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ AB എന്ന് പറയുന്നത് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിലെ സ്റ്റേഡിയ ഹെയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 പോയിൻറ്റ്സാണ് AB എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലുള്ള സ്റ്റേഡിയ ഹെയറിൻ്റെ റീഡിങ്ങും താഴെ വരുന്ന സ്റ്റേഡിയ ഹെയറിൻ്റെ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ഒരു 2.5ഉം അതുപോലെ തന്നെ ഇവിടെ 2 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 0.5 ആയിരിക്കും എന്ത് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2.5 മീറ്ററും അതുപോലെ തന്നെ 2 മീറ്ററും നമുക്ക് കിട്ടിയിട്ടുള്ള AB എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് ലെവലിംഗ് സ്റ്റാഫിലെ റീഡിംഗ് എന്നുണ്ടെങ്കിൽ ആ റീഡിങ് മുകളിലെ റീഡിങ്ങിൽ നിന്ന് താഴെയുള്ള റീഡിങ് മൈനസ് ചെയ്താൽ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവെൽ എത്രയെന്നുള്ളത് നമുക്ക് കിട്ടും. ആ വാല്യൂ ആണ് എന്ത് S ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ AB എന്ന് പറയുന്നതിന് S എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ടെലസ്കോപ്പിലുള്ള ഡയഫ്രത്തിലെ സ്റ്റേഡിയ ഹെയർ ഇൻ്റർവെല്ലിനെയാണ് IS സ്റ്റേഡിയ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സ്റ്റാഫിലെ ലെവലിംഗ് സ്റ്റാഫിലെ ആ 2 സ്റ്റേഡിയ ഹെയർസിൻ്റെ നേരെ വരുന്ന റീഡിങ് തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇൻ്റർവെല്ലാണ് എന്ത് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് S എന്ന് പറയുന്നത്. ഇനി നോക്കുക, F എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ്. F1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ സ്റ്റാഫ് ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ. അതുപോലെ തന്നെ F2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദ ക്രോസ് എയർ ഫ്രം ദ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഓക്കെ, ക്രോസ് എയറും ഒപ്റ്റിക്കൽ സെൻറ്ററും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത് F2. ഇനി D എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ആൻഡ് സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഓക്കെ, ആൻഡ് ദ ഒപ്റ്റിക്കൽ സെൻറ്റർ. ആൻഡ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കറസ്പോണ്ടിങ് ടു ദ വെർട്ടിക്കൽ ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആണ് എന്ത് ക്യാപിറ്റൽ M ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, നമ്മൾ നേരത്തെ സ്റ്റേഡിയ ടാക്യോമെട്രിൻ്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു, റേഷ്യോ ഓഫ് പെർപെൻഡിക്കുലർ ഈസ് എ കോൺസ്റ്റന്റ് എന്ന്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേഡിയോ ടാക്യോമെട്രിൻ്റെ പ്രിൻസിപ്പിളിനെ എടുത്തുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ പറഞ്ഞിരുന്നു OC/AB എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു. OC എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ AB എന്ന് പറയുന്നത് ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. ആ ഒരു പെർപെൻഡിക്കുലർസിൻ്റെ ലെങ്ത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്, പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിഗർ നോക്കുക, നമ്മുടെ IP അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സെൻറ്ററിനെയാണ് O എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലോട്ടും ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. നോക്കുക, ഫസ്റ്റ് ഈ ഐസോസെലസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ OC/AB, O ക്യാപിറ്റൽ C ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ AB എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ടായതുകൊണ്ട് തന്നെ O സ്മോൾ ലെറ്റർ C ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ AB കൊടുക്കുക. ഓക്കെ, OC/AB ഈസ് ഈക്വൽ ടു OC/സ്മോൾ AB എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് രണ്ടും എന്താണ് ഒരു സെയിം വാല്യൂ ആയിട്ടാണ് വരുന്നത്. ഇനി നോക്കുക, OC ക്യാപിറ്റൽ OC എന്ന് പറയുന്നത് F1ഉം അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ OC എന്ന് പറയുന്നത് എന്താണ് F2 ആണ്. ഫിഗറിൽ നോക്കുക, ഈ ഓയിൽ നിന്ന് ഓയിൽ നിന്ന് സിയിലോട്ടുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത് നമ്മൾ F1 ആക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓയിൽ നിന്ന് സിയിലോട്ടുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത് F2 എന്ന് പറയുന്നത്.
അപ്പോൾ ക്യാപിറ്റൽ ഒ സിക്ക് പകരം F1 അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഒ സിക്ക് F2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ F1/AB = F2/AB എന്ന് കിട്ടി. ഇനി നോക്കുക, ക്യാപിറ്റൽ ലെറ്റർ AB എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. അതിനെ S എന്ന് പറയുന്ന ലെറ്ററാണ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ABക്ക് എന്ത് ചെയ്യുക? S കൊടുക്കുക. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ AB എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേഡിയ ഇൻ്റർവെല്ലാണ്. അത് സ്മോൾ ലെറ്റർ I ആണ്. അപ്പോൾ അത് Iയും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ F1/S = F2/I എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? F1/F2 F1/F2 എസിൻ്റെ പുറത്തോട്ട് കൊണ്ടായാൽ S/I എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നോക്കുക, we know that 1/F = 1/F1 + 1/F2. ഫിസിക്സിൽ ലെൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് F1 ഈ ഒരു ഇക്വേഷനെ മുഴുവനായിട്ട് F/F1 വെച്ചിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഓരോ ടേംസിനെയും നമ്മൾ എന്താണ് F/F1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ടേമാണ് 1/F 1/F × F/F1 ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യാം? മുകളിൽ എഴുതാം F/F1/F = ഇനി 1/F1 എന്ന് പറയുന്നതിന് F/F1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യുക? F/F1/F1 പ്ലസ് ഇനി 1/F2 × F/F1 അതായത് F/F1/F2. ഈ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ F/F1/F എന്ന് പറയുമ്പോൾ F കട്ട് ചെയ്ത് പോവാം. F/F1/F1 എന്ന് പറയുമ്പോൾ F1 എന്താ ചെയ്യുക? കട്ട് ചെയ്ത് പോവാം. സെയിം വാല്യൂസ് ആണ് വരുന്നത്. ഇവിടെ നോക്കുക, F/F1/F2 എന്ന് പറയുമ്പോൾ സെയിം വാല്യൂസ് അല്ല. അപ്പോൾ അവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ F കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ F1 = ഇവിടെ F മാത്രമേ വരുന്നുള്ളൂ. F + F/F1/F2 എന്ന് കിട്ടും. ഓക്കെ, ഇനി F1/F2 എന്നുള്ളത് നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. എന്ത്? S/I എന്ന്. അപ്പോൾ ആ ഒരു F1/F2 പകരം S/I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ F1 = F + F/S/I എന്ന് കിട്ടും. The horizontal distance between the vertical axis and the staff is നമ്മുടെ വെർട്ടിക്കൽ ആക്സിസും അതുപോലെ തന്നെ ലെവലിംഗ് സ്റ്റാഫും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. ആ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് എന്താണ്? D + F1 ആണ്. ഫിഗർ നോക്കുക, ഇതാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് സെൻറ്റർ പോയിൻ്റിൽ നിന്ന് ലെവലിംഗ് സ്റ്റാഫിലോട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്? ക്യാപിറ്റൽ D എന്ന് നേരത്തെ പറഞ്ഞു. ഈ D എന്ന് പറയുന്നത് നോക്കുക, D എന്ന് പറയുന്നത് ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒപ്റ്റിക്കൽ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? സ്മോൾ ലെറ്റർ D. ഇനി ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന് ലെവലിംഗ് സ്റ്റാഫിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? F1. അപ്പോൾ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് എന്തായിരിക്കും? D + F1 എന്ന് എഴുതാം. ക്യാപിറ്റൽ D എന്ന് പറയുന്നത് D + F1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ F1ന് നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, F + F/S/I എന്നുള്ളത്. അപ്പോൾ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ D + F1ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F + F/S/I എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ D + F അതാ അതിനെ നമ്മൾ C വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ F/I ഈ ഒരു F/I എന്ന് പറയുന്ന ടേമിനെ K വെച്ചിട്ടും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? D = K × S + C. D = KS + C. ഓക്കെ, ഇനി നോക്കുക, K എന്ന് പറയുന്നത് എന്താണ്? F/I ആണ്. അപ്പോൾ F/I എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ്. K എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻ്റ് ആണ്. Kൻ്റെ വാല്യൂ ആണ് F/I. ഓക്കെ, അതുപോലെ തന്നെ C എന്ന് പറയുന്നതിന് നമ്മൾ അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് എന്നാണ് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ് K എന്ന് പറയുന്നത്, C എന്ന് പറയുന്നത് ആഡ് ചെയ്യാണ്. അപ്പോൾ K എന്ന് പറയുന്നത് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും C എന്ന് പറയുന്നത് അഡിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് C കാണാനുള്ള ഇക്വേഷനാണ് D + F എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, വേർ K ആൻഡ് C ആർ കോൾഡ് ദ ടാക്യോമെട്രിക് കോൺസ്റ്റൻസ്. നമ്മളിവിടെ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ അഡിറ്റീവ് കോൺസ്റ്റൻസ് ആണ് K ആൻഡ് C എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ K ആൻഡ് Cനെ നമ്മുടെ ടാക്യോമെട്രിക് കോൺസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്.